എന്താണ് ഇദ്ദേഹം നടത്തുന്ന മോട്ടിവേഷൻ? ഇദ്ദേഹം വന്നിട്ട് നമ്മുടെ ഈ 70കളിലൊക്കെ ജനിച്ച ആളുകളുടെ, അതായത് ഈ 90കളിൽ കൗമാരവും യൗവനവും ഒക്കെ കടന്നിട്ടുള്ള നിലവിൽ 50 വയസ്സൊക്കെ ആയിട്ടുള്ള ആളുകൾ, ഒരു ശരാശരി മലയാളി പുരുഷൻ തള്ളിമറിക്കുന്ന ചില മുംബൈ കഥകൾ, ഞാൻ പണ്ട് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു, ഞാൻ ഉപയോഗിക്കാത്ത ലഹരിയില്ല എന്ന് തുടങ്ങിയിട്ടുള്ള പതിവ് ഒരു അമ്മാവൻ തള്ളലുകൾ. അതിനുശേഷം ഈ പറയുന്ന അമ്മയുടെ മഹത്വം, അമ്മയുടെ സ്നേഹം, അമ്മയുടെ കാലിനടിയിലെ സ്വർഗം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ദീർഘമായിട്ടുള്ള ചില ഈ ഇമോഷണൽ, അതായത് ഈ കുട്ടികളുടെ, നിലവിലെ കൗമാരക്കാരായ കുട്ടികളുടെ മാതാപിതാക്കൾ ഒരു 40കളിലോ 50കളിലോ ഉള്ള ആളുകളുമായി കണക്ട് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് ഇയാൾ പറയുന്നത്. ലഹരിക്കെതിരെയോ അല്ലെങ്കിൽ ലഹരി മാഫിയക്കെതിരെയോ ഒന്നും ഇയാൾ സംസാരിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ എന്താണ് ഇദ്ദേഹത്തിന്റെ ഉപദേശം, ലഹരിക്കെതിരെയുള്ള ഉപദേശം? ഈ പറയുന്ന ഒരു അമ്മാവൻ വസന്തങ്ങൾക്ക് നൽകാൻ കഴിയുന്ന അതേ ഉപദേശമാണ് ഇദ്ദേഹം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന് പുറത്തു പോകുന്ന പെൺകുട്ടികൾ പബ്ബിൽ പോയി എങ്ങനെ ലഹരിക്ക് അടിമകളാകുന്നു, കേരളത്തിന് പുറത്തു പോയി പഠിക്കുന്ന കുട്ടികൾ എങ്ങനെ ഈ പറയുന്ന ലഹരിയുടെ നിരന്തര ഉപയോക്താക്കളായി മാറുന്നു, കൂട്ടുകെട്ടുകൾ എങ്ങനെ ലഹരിയിലേക്ക് എത്തിക്കുന്നു എന്ന് തുടങ്ങി ഈ പറയുന്ന കുട്ടികളെ പതിവായി ചെക്ക് ചെയ്യുക, പതിവായി കുട്ടികളുടെ പിറകെ പോവുക, കുട്ടികളെ എങ്ങനെ റഡാറിൽ വെച്ചുകൊണ്ടിരിക്കുക എന്ന് തുടങ്ങി ഇദ്ദേഹത്തിന്റെ ഉപദേശം മുഴുവൻ കുട്ടികളോടല്ല, മറിച്ച് നിലവിലെ കുട്ടികളെല്ലാം തന്നെ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ നേരെ ഡ്രഗിന്റെ പിറകെ പോകുമെന്ന് കരുതിക്കൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഉപദേശങ്ങളാണ്. ഈ ഉപദേശങ്ങൾ എങ്ങനെയാണ് ലഹരി മാഫിയക്ക് ഭീഷണിയായി മാറുക? എങ്ങനെയാണ് ഈ മനുഷ്യൻ ലഹരി മാഫിയയുടെ കണ്ണിലേക്ക് അരടാവുക? അങ്ങനെ യാതൊരു തരത്തിലുള്ള ഒരു പ്രവർത്തനം ഇയാൾ നടത്തിയതായി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത് ഒരു ശൈലിയാണെന്ന് എനിക്ക് തോന്നുന്നു. നേരത്തെ ഒരു ആദിവാസി മേഖലയിലൊക്കെ മരുന്നുകളും അവർക്ക് ഭക്ഷണവും ഒക്കെ വിതരണം ചെയ്തു, ഭക്ഷണ സാധനങ്ങളൊക്കെ വിതരണം ചെയ്തുകൊണ്ടിരുന്ന ഒരു ഡോക്ടർ മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ കൊന്നതാണെന്നും അതിന് പിന്നിൽ ഈ പറയുന്ന മരുന്ന് മാഫിയ ആണ് എന്നൊക്കെ പറഞ്ഞു നടന്നിരുന്നു. മരുന്ന് മാഫിയക്കെതിരെ ഇയാൾ എന്ത് പ്രവർത്തനമാണ് നടത്തിയതെന്ന് അപ്പോഴും വ്യക്തമായിട്ടില്ല. ഏതാണ്ട് സമാനമായ നിലയിലാണ് നിലവിൽ ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ, അതായത് ഫിലിപ്പ് മാമ്പാടിന്റെ പ്രവർത്തനവും. ഇനി ഫിലിപ്പ് മാമ്പാട് ആളുകളെ പിടിച്ചിരുത്താൻ ചേർക്കുന്ന ഒരു ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കുക. ഒരു തെരുവോര പ്രാസംഗികന്റെ എല്ലാ കഴിവുകളുമുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം എന്നുള്ളതിൽ തർക്കമില്ല. കാരണം തന്റെ മുന്നിലിരിക്കുന്ന ആളുകളുടെ മതം, ഇമോഷൻ എന്ന് തുടങ്ങിയ കുറെ കാര്യങ്ങളാണ് ഇയാൾ ഇങ്ങനെ പാക്ക് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിലവിൽ കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അടിസ്ഥാനപരമായി എന്താണ് പ്രശ്നങ്ങൾ? ഈ പറയുന്ന അണുകുടുംബങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്ന കുട്ടികൾ, പാരന്റിങ്ങിൽ വരുന്ന വലിയ പിഴവുകൾ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പലപ്പോഴും കുട്ടികളെ മറ്റൊരു രീതിയിലേക്ക് അല്ലെങ്കിൽ മറ്റു വഴികളിലേക്ക്, ലഹരിയുടെ വഴികളിലേക്ക് ഉൾപ്പെടെ നടത്താനുള്ള ഒരു പ്രൈമറി കാരണം എന്ന് പറഞ്ഞിട്ട് ഉണ്ടാവുന്ന സംഗതികൾ. അതായത് കുടുംബത്തിനകത്ത് തുടങ്ങുന്ന കാര്യങ്ങൾ. ഇതിനെക്കുറിച്ചൊന്നും ഇയാൾ പാരന്റ്സിന് ഉപദേശങ്ങൾ നൽകുന്നൊന്നുമില്ല.